മമ്മൂട്ടിയെ കുറിച്ച് TV ഷോയിൽ ആരോ പറയുന്നുണ്ട്, അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയെ വിളിക്കലാണ് ഷൂട്ടിങ്ങില്ലാത്ത സമയത്തൊക്കെ പണി. അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ്, എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ്, സിനിമക്കാരനെ അല്ലാതെ. വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കും അവൾ കല്യാണം കഴിച്ചത്. ഇപ്പം ഞാനൊരു സിനിമാക്കാരനാണ്, പക്ഷെ ഞാനിപ്പോഴും ആ വക്കീലിനെ പോലെ അവൾക്ക് അവൈലബിൾ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? നമുക്കറിയാലോ, സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവെ അവിടെ നിന്ന് കിട്ടാറുള്ളത്. കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നതാണ്. ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നൊരു മനുഷ്യൻ പറയണത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ കുട്ടികൾ, പേരക്കുട്ടികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ്. പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ? മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ്. അവളുടെ പേരാണ് ഭാര്യ. ഇത് മുറിച്ചു മാറ്റാം, ഒറ്റ വാക്കുകൊണ്ട് തീരുത്. മറ്റതൊന്നും അങ്ങനെ തീരൂലല്ലോ. എൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലാതാകുമൊന്നുമില്ല, കുട്ടി അങ്ങനെ തന്നെ. പക്ഷെ എൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെയുള്ളൊരു വീടേ മക്കളോട് എത്ര പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് ഭാര്യയോട് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും. അത്രയും ചെറിയൊരു വാക്കിലൊക്കെ ഇങ്ങനെ ഒരു നൂലിഴ പോലെ തീരാവുന്നൊരു ബന്ധമാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാന്നറിയോ? അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയും സമ്മാനിക്കുന്നത് അവളുടെ ഉദരമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ്. ഇവിടെ ബാച്ചിലേഴ്സായിട്ടും അല്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് പറയാം, നമ്മുടെ ആ രണ്ടാളുകളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ പോലും പാടില്ല. മുറിഞ്ഞു പോകാൻ പോയിട്ട് കുറഞ്ഞു പോകാൻ പോലും നമ്മൾ അനുവദിക്കരുത്. കാരണം അത്രയും പ്രധാനമാണ് ഈ രണ്ടാളുകൾ, ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊക്കെ പോവും. നമ്മളൊരു കടൽ തീരം പോലെയാണ്. കടൽ തീരത്തിൽ ഒരുപാട് കപ്പലുകളൊക്കെ വരും പോവും, പക്ഷെ കടൽ തീരം ബാക്കിയാവും. ഒരു മരം പോലെയാണ്, മരത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്ന് കൂട് വെക്കും. കുറേ ദിവസം കഴിഞ്ഞാൽ കൂടുപേക്ഷിച്ച് പക്ഷികൾ പോകും, മരം ബാക്കിയാവും. ഈ രണ്ടാളതാണ്. ഒരു ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. കോളേജാണ്, കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷൊരു പെൺകുട്ടിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്. അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണം എന്ന് പറഞ്ഞു. അവൾ ചോക്ക് വാങ്ങിയിട്ട് 20 ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു. മാഷ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, അതിൽ നിന്ന് 10 ആളുകളെ മായ്ച്ചോളൂ, അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത 10 ആളുകളെ മായ്ച്ചോളൂ എന്ന് പറഞ്ഞു. അവൾ വേഗം മായ്ച്ചു. ഇനി ആകെ 10 ആളേ ഉള്ളൂ. അപ്പം മാഷ് പറഞ്ഞു, ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത 5 ആളുകളെ കൂടി മായ്ച്ചോളൂ. അപ്പോൾ അവൾ മായ്ച്ചു കളഞ്ഞു. ഇനി ആകെ 5 ആളേ ഉള്ളൂ. അപ്പോൾ അവളോട് പറഞ്ഞു, ആ 5 ആളിൽ അത്ര പ്രധാനമല്ലാത്ത 2 ആളുകളെ കൂടി വെട്ടിക്കൊള്ളുന്നു. ഇനി 3 ആളുടെ പേര് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും 2 ആളുകളുടെ പേര് കൂടി മായ്ച്ചു കളഞ്ഞു. ഇനി ആകെ 3 ആളുകളേ ഉള്ളൂ. അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. അപ്പം മാഷ അവളോട് പറഞ്ഞു, ഇനി ആ ബോർഡിൽ ഒറ്റ ആളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ, ഒറ്റ ആളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ. 2 ആളുടെ പേര് കൂടി മായ്ച്ചു കളയുന്നു. അവൾ കരഞ്ഞുപോയി. ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണും നിറയാൻ നിൽക്ക തുടങ്ങി. അവളുടെ കരച്ചിൽ കണ്ടിട്ടേ. അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞതുകൊണ്ട് 2 ആളുടെ പേര് കൂടി മായ്ച്ചു കളഞ്ഞു. ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അതെൻ്റെ ഭർത്താവാണ്. അപ്പോൾ മാഷ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായ്ച്ചു കളഞ്ഞത്? അവൾ പറഞ്ഞു, മാഷേ, എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരനാണ്,
പ്രധാനപ്പെട്ടവരുമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലൊരു ദിവസം വരും, അന്നെൻ്റെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു മരിച്ചു പോയി എന്ന് വരാം, വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും, പക്ഷെ അവരവരുടെ കൂടും തേടി പോവും. എല്ലാവരും പോവും, പക്ഷേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും, ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഇതാണ് ഈ ബന്ധം. നമ്മൾ ഒരു കാരണവശാലേ അതിനെ കേടുവരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല. ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട്, പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങളിൽ വേണമെങ്കിൽ പിരിയാം, അതിനുള്ള ചാൻസും നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പറ്റിക്കാനുള്ള ചാൻസ് ഇല്ല. ഒരാളിങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്, ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാണ് ഒരാളുടെ ശരിക്കുള്ള സൗന്ദര്യം. അതല്ലാതെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരല്ലത്. ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക, ഹോണസ്റ്റി ആവുക എന്നുള്ളതിൻ്റെ പേരാണ് ശരിക്കും ഭംഗി. ആ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ രണ്ടാളുണ്ടല്ലോ, ഈ ഭാര്യയും ഭർത്താവും, ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ബോണ്ടുണ്ട്. അത് ശരിക്കും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമിലാണ്. ഓക്കെ, ചിലപ്പോൾ 5 മിനിറ്റ് മതിയാവുന്നേ. ഇപ്പം ഇവിടെ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ഇരിക്കും, എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നൊരു 5 മിനിറ്റ് ഉണ്ട്. പുതിയതൊന്നും പറയാനുണ്ടാവില്ല, പക്ഷെ ആ 5 മിനിറ്റ് ഉണ്ടല്ലോ, അത് ആ പെണ്ണിനെ ഇങ്ങനെ ജീവനോടുകൂടി നിലനിർത്തുന്ന ശ്വാസമാണ്. അതെങ്ങാനും ഒരു ദിവസം ഇല്ലാതായി പോയാലുണ്ടല്ലോ, അവൾ അനുഭവിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ട്, അത് വേറെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന സമയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം ഈ ആഘോഷങ്ങളൊക്കെ തീരും. ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷം ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ പോകും, നമ്മൾ മാത്രം ഒറ്റക്കാവും. അത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും, ആ ആളാണിത്. ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അയാളെ ഉപേക്ഷിക്കാനോ അയാളെ മറക്കാനോ പാടില്ല. ഇതാണ് ബന്ധങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കരുതൽ. പറയൂ, കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, അതാണ് ആ ക്വാളിറ്റി ടൈം. ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാ പറയാ, അല്ല? എന്താണ്? പ്രസൻറ്റ്. ചെറിയ കാര്യമല്ല അത്. ഒരാളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് പ്രസൻ്റ് ആവുക എന്ന് പറയാം. ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസൻറ്റ് കൊടുക്കുക എന്ന് പറയാം. കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്, അവൈലബിൾ ആവുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് വന്ന ഒരു ഉമ്മയെ എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണ്. കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനാണ് കേട്ടോ. എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം, മരിച്ചിട്ട് 3-4 മാസങ്ങളായി, പക്ഷെ ആ മരിച്ച ദിവസം അതേ സങ്കടം അവർക്ക് ഇപ്പോഴും, അതേ കരച്ചിൽ. അവർക്ക് അതിൽ നിന്നൊരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാം, നല്ല തിരക്കുള്ള ആളാണ്, എന്നാലും എന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഇങ്ങനെ സഹായിക്കും, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതെന്നറിയോ? സാറിനറിയോ, എൻ്റെ നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ്, നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൊട്ടിക്കരഞ്ഞു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ നഖമൊക്കെ ഒന്ന് മുറിച്ചൂടെ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ആ കട്ടറിങ്ങനെ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഓർമ്മയെ ശേഖരിക്കുകയാണ്.